ഇപ്പോൾ ഉമാ തോമസ് MLA സന്ദർശിക്കാനായി റിനെ ഹോസ്പിറ്റലിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയാണ്. അതിലേക്ക് ഉമാ തോമസിന് അപകടമുണ്ടായതിനു ശേഷം ഇത് ആദ്യമായാണ് മുഖ്യമന്ത്രി അവരെ സന്ദർശിക്കാൻ വേണ്ടി എത്തുന്നത്. മുഖ്യമന്ത്രി ഈ സന്ദർശനത്തിന് ശേഷം ഡൽഹിയിലേക്ക്, അവിടുന്ന് കൊൽക്കത്തയിലേക്കും പോകും. പാർട്ടി കേന്ദ്ര കമ്മിറ്റി നടക്കുകയാണ്. അതിനു മുമ്പ് അദ്ദേഹം ഇപ്പോൾ ഉമാ തോമസിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഉമാ തോമസിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഇപ്പോൾ കൊച്ചിയിലെ റിനൈ മെഡിസിറ്റിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ, മന്ത്രി ബാലഗോപാൽ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുകയാണ്. റിനൈ മെഡിസിറ്റിയുടെ അധികൃതർ ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തു. നേരത്തെ നേതാക്കൾ പതുക്കെ സന്ദർശനത്തിന് എത്തി തുടങ്ങിയിരുന്നു. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നു. റിയ, മുഖ്യമന്ത്രി ഈ അപകടത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഉമാ തോമസിനെ കാണുന്നത്. നേരിൽ സംസാരിക്കാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ടോ? അഭിലാഷ്, ഉമാ തോമസ് MLA മുറിയിലെത്തി നേരിൽ കണ്ട് ആരോഗ്യ വിവരം മുഖ്യമന്ത്രി അന്വേഷിക്കും. മുറിക്കകത്ത് കയറി കാണുമെന്നതാണ് ഡോക്ടർമാരടക്കം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് MLA ചിലരടക്കം നേരിട്ടെത്തി ഉമാ തോമസ് MLA കാണുകയും ആരോഗ്യ വിവരം അന്വേഷിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തുകയും ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നേരിട്ട് വിശദാംശങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ആശ്വാസകരമായ പ്രതീക്ഷ നൽകുന്ന പുരോഗതിയുണ്ട്. സംസാരിക്കുകയും മന്ത്രി R ബിന്ദുവുമായി ഫോണിൽ സംസാരിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇപ്പോൾ സന്ദർശകർക്ക് കാണാൻ അനുമതി ലഭിക്കുന്ന തരത്തിൽ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തുകയും ഉമാ തോമസിനെ നേരിൽ കാണുകയും ചെയ്തത്. നിലവിൽ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഏതാണ്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ഒരുപക്ഷെ വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിൽ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ട്. മറ്റു തെറാപ്പികളടക്കം തുടർന്നാൽ മതി എന്നതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കൊച്ചിയിലെ റിനെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഉമാ തോമസ് MLA അവർ കഴിയുന്ന മുറിയിലെത്തി കാണുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ സംസാരിച്ചിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സാധ്യതയില്ല. എന്തായാലും നേരിട്ടെത്തി ഉമാ തോമസ് MLA കുടുംബാംഗങ്ങളെയും കാണുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്.